നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പുരാതനമായ എന്നാൽ ഭയങ്കര രസകരമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. വേദങ്ങളിൽ നിന്നുള്ള ചമകം. ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല കേട്ടോ, മറിച്ച് പ്രപഞ്ചത്തിനോട് നടത്തുന്ന ആഗ്രഹങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ്. ഈ മന്ത്രത്തിന്റെ ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ ച മേ എന്നൊരു ചെറിയ വാക്യമാണ്. അതിന്റെ അർത്ഥം എനിക്കും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നാണ്. ഓരോ പ്രാർത്ഥനയും ഈ വാക്കിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇത് ദൈവത്തോട് ഒരു മറയുമില്ലാതെ അവതരിപ്പിക്കുന്ന ആഗ്രഹങ്ങളുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റായി മാറുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചമകത്തെ ഒരു വലിയ വിഷ്ലിസ്റ്റായിട്ട് കാണും. പിന്നെ ഇത് വെറും വാക്കുകളിൽ നിന്ന് എങ്ങനെ ഒരു അനുഷ്ഠാനമായി മാറുന്നുവെന്ന് നോക്കാം. അതിനുശേഷം ഇത് ചൊല്ലുന്ന രീതിയുടെ ഒരു ശാസ്ത്രീയ വശം നമ്മൾ പരിശോധിക്കും. അവസാനം ഇതെങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്നൊരു ആശയമായി മാറുന്നുവെന്നും നമുക്ക് കാണാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാമല്ലേ. ചമകത്തെ മനുഷ്യന്റെ സമ്പൂർണ്ണ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിന്റായിട്ട് തന്നെ കാണാം. ഇത് വെറും ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല ചോദിക്കുന്നത്. ഈ മന്ത്രം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇതിൽ കൃത്യമായി 347 വ്യത്യസ്ത അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ഒരു വശം പോലും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് പറയാം. ഈ 347 എണ്ണത്തിനെയും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 4 ആയിട്ട് തിരിക്കാം. ഒന്നാമതായി വ്യക്തിപരമായ കാര്യങ്ങൾ, നല്ല ആരോഗ്യം, നല്ല കാഴ്ച, കേൾവി, ധൈര്യം, അങ്ങനെയെല്ലാം. രണ്ടാമത് ലൗകികമായ വിജയം, അതായത് സമ്പത്ത്, ബഹുമാനം, നല്ല മക്കൾ, ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവ്, അങ്ങനെ പോകുന്നു. മൂന്നാമതായി വരുന്നത് പ്രകൃതിയുമായുള്ള ഒരു ഇണക്കമാണ്. കറക്റ്റ് സമയത്ത് മഴ പെയ്യണം, മണ്ണ് ഫലഭൂയിഷ്ടമാകണം, നല്ല ഭക്ഷണം കിട്ടണം, ഇതെല്ലാം. പിന്നെ 4ാമതായി സാമൂഹികവും ആത്മീയവുമായ സന്തോഷം. ബന്ധുക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും, നന്നായി സംസാരിക്കാനും, നല്ല വീട്ടിൽ താമസിക്കാനും, ഒപ്പം ആത്മീയമായ അറിവ് നേടാനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. ശരി, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ചമകം എന്ന് പറയുന്നത് വെറുതെ കുറേ വാക്കുകൾ പറയുന്ന ഒരു ഏർപ്പാടല്ല, മറിച്ച് വളരെ സങ്കീർണമായ പലതരം ചടങ്ങുകളുടെ കേന്ദ്രബിന്ദു കൂടിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ മന്ത്രത്തിന് അതിലും എത്രയോ ആഴത്തിലുള്ള സങ്കീർണമായൊരു തലമുണ്ട്. വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയുടെ ഒരു ലോകം തന്നെ തുറക്കുകയാണിവിടെ. ഉദാഹരണത്തിന് അഗ്നിചയനം എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു യാഗമുണ്ട്. അതിൽ ഈ ചമകത്തിന് വലിയൊരു പങ്കുണ്ട്. അഗ്നിചയനമെന്ന് പറഞ്ഞാൽ അഗ്നിയെ അടുക്കി വയ്ക്കുക എന്നാണർത്ഥം. ആയിരക്കണക്കിന് ഇഷ്ടികകൾ ഉപയോഗിച്ച് ഒരു പരുന്തിന്റെ രൂപത്തിൽ വലിയൊരു യാഗവേദി ഉണ്ടാക്കുന്ന അതിഗംഭീരമായ ഒരു ചടങ്ങാണിത്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, വാത്തുകളിലുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ഭൗതിക രൂപം തന്നെ കിട്ടുകയാണ്. ഇവിടെ നോക്കൂ, ഈ ചമകത്തിൽ പറയുന്ന പല വാക്കുകളും ശരിക്കും പറഞ്ഞാൽ യാഗത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ശിരുച്ച എന്ന് പറഞ്ഞാൽ നെയ്യൊഴിക്കാനുള്ള തവി, ഗ്രാവാണ എന്ന് പറഞ്ഞാൽ സോമലത ചതയ്ക്കാനുള്ള കല്ലുകൾ, വേദി യാഗകുണ്ഡം തന്നെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ പ്രാർത്ഥനയും ആ അനുഷ്ഠാനവുമായി എത്രത്തോളം ചേർന്നു നിൽക്കുന്നുവെന്ന്. ഇനി നമുക്കിതിന്റെ വേറൊരു ലെവലിലേക്ക് പോകാം. ഇവിടെ എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ ഒരുപക്ഷെ പ്രധാനം അതെങ്ങനെയാണ് പറയുന്നത് എന്നതാണ്. മന്ത്രം ചൊല്ലുന്ന രീതിയുടെ ആ ഒരു കൃത്യതയും രീതിശാസ്ത്രവും അവിശ്വസനീയമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ വേദമന്ത്രങ്ങളിൽ ഒരു വാക്കുപോലും മാറിപ്പോവാതെ സൂക്ഷിക്കാൻ പണ്ടുള്ള ഋഷിമാരൊരു സൂത്രം കണ്ടുപിടിച്ചിരുന്നു. അതിനെയാണ് വികൃതി പാഠങ്ങൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗണിതശാസ്ത്രം പോലെ വളരെ കൃത്യമായ ചില മന്ത്രോച്ചാരണ രീതികളാണ്. ഇത് ഓർമ്മയിൽ വെക്കാനുള്ള ഒരു ടെക്നിക്ക് മാത്രമല്ല, ആ ശബ്ദത്തിനൊരു പ്രത്യേക ഊർജ്ജം കൊടുക്കാൻ കൂടിയാണ്. ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കണ്ടോ? പദപാഠം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഓരോ വാക്കും വേറിട്ട് ചൊല്ലും, 1, 2, 3 എന്ന പോലെ. ക്രമപാഠത്തിൽ അത് 1, 2, 2, 3 എന്നിങ്ങനെ ജോഡിയാക്കും. ജഡാപാഠമാകുമ്പോഴേക്കും അത് 1, 2, 2, 1, 1, 2 എന്ന രീതിയിൽ കൂടുതൽ സങ്കീർണമാവും. ഇനി ഘനപാഠമാണ് ഏറ്റവും കഠിനം. ഒരു ഘനപാഠിയാകണമെങ്കിൽ വർഷങ്ങളുടെ കഠിനമായ പരിശീലനം വേണം. ഈ രീതികളാണ് മന്ത്രങ്ങളുടെ ശുദ്ധിയും കൃത്യതയും ഉറപ്പാക്കിയത്. ഇനിയാണ് നമ്മൾ ചമകത്തിന്റെ അവസാന ഭാഗത്തേക്ക്, ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെ പ്രാർത്ഥന ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നു മാറി അമൂർത്തമായ ആശയങ്ങളിലേക്കും സംഖ്യകളിലേക്കും വരെ പോവുകയാണ്. ഈ മന്ത്രത്തിന്റെ അവസാനം നമ്മളെ ശരിക്കും ഞെട്ടിക്കും. എല്ലാ ഭൗതികമായ ആവശ്യങ്ങളും ചോദിച്ചതിനു ശേഷം പ്രാർത്ഥന പെട്ടെന്ന് ഗണിതശാസ്ത്രത്തിലേക്ക് തിരിയുകയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, സംഖ്യകൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥന. ചമകത്തിലെ അവസാനത്തെ പ്രാർത്ഥന വളരെ സവിശേഷമാണ്. അത് ഒറ്റസംഖ്യകൾക്കും ഇരട്ടസംഖ്യകൾക്കും വേണ്ടിയാണ്. 1, 3, 5 തുടങ്ങിയ ഒറ്റസംഖ്യകളെ ദൈവികമായി കണക്കാക്കുന്നു. അതേസമയം 4, 8, 12 എന്നിങ്ങനെയുള്ള 4ന്റെ ഗുണിതങ്ങളായ ഇരട്ടസംഖ്യകളെ മാനുഷികമായും കാണുന്നു.
അപ്പോൾ എന്താണിതിൻ്റെ അർത്ഥം? പ്രപഞ്ചത്തിലെ മൂർത്തവും അമൂർത്തവുമായ, ദൈവികവും മാനുഷികവുമായ എല്ലാ തലങ്ങളിലും ഒരു പൂർണ്ണമായ യോജിപ്പും ഐക്യവും വേണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. ചമകത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ഫിലോസഫിയെ ഈ ഒരു ഉപമ ഭംഗിയായി പറഞ്ഞു തരുന്നുണ്ട്. മരത്തിന്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചാൽ മതിയല്ലോ, അതിന്റെ എല്ലാ കൊമ്പിലും ഇലയിലും ആ വെള്ളമെത്തും. അതുപോലെ എല്ലാറ്റിന്റെയും ഉറവിടമായ ഒന്നിനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിന്റെ മറ്റെല്ലാ വശങ്ങളും സ്വാഭാവികമായി തന്നെ മെച്ചപ്പെടും. അപ്പം നമുക്കൊന്നുകൂടി ആലോചിക്കാം. ഈ ചമകം എന്ന് പറയുന്നത് കുറേ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് മാത്രമാണോ? അതോ പ്രപഞ്ചത്തിലെ കാണുന്നതും കാണാത്തതുമായ എല്ലാത്തിനോടും നമുക്കുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണോ ഇത് ചെയ്യുന്നത്? ഒരുപക്ഷേ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളുമായി എപ്പോഴോ ബന്ധിതമാണ് എന്ന തിരിച്ചറിവായിരിക്കാം ഈ മന്ത്രം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഈയൊരു ചിന്തയോടെ ഇന്നത്തെ ഈ വിവരണം നമുക്ക് അവസാനിപ്പിക്കാം.